നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിൽ മുന്നണി സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ മികച്ച പോളിംഗും ആരെ തുണയ്ക്കുമെന്നതും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ 3ാം തവണയും മണ്ഡലത്തിൽ ജനവിധി തേടിയത്. കൈവിട്ട പട്ടാമ്പി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ദൗത്യവുമായാണ് UDF സ്ഥാനാർത്ഥി TP ഷാജി കളത്തിൽ നിറഞ്ഞത്. പട്ടാമ്പിൽ ഒരു മാറ്റം ലക്ഷ്യമിട്ടായിരുന്നു NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജും രംഗത്തുണ്ടായിരുന്നത്. ശുഭപ്രതീക്ഷയിലാണ് മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണവും മണ്ഡലത്തിൽ ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു. വാദപ്രതിവാദങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല. 79% മണ്ഡലത്തിലെ പോളിംഗ്. 2021 2% പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. 2,10,790 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 1,67,452 പേരാണ് പോൾ രേഖപ്പെടുത്തിയത്. 2021 1,94,989 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1,51,909 പേർ വോട്ട് രേഖപ്പെടുത്തി. 77.91 വോട്ടിംഗ് ശതമാനം. 17,974 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2021 LDF സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് മൂസിൻ വിജയിച്ചത്. ഭൂരിപക്ഷം കുറഞ്ഞാലും ഇത്തവണയും മണ്ഡലം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF. എന്നാൽ ഭരണം UDFന്റെ കൈകളിലേക്ക് എത്താനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് UDFന്റെ വിലയിരുത്തൽ. കൂട്ടലുകളും കുറയ്ക്കലുകളുമെല്ലാം ഇനി മണിക്കൂറുകൾ മാത്രം. അന്തിമ ജനവിധിക്കായി കാതോർക്കുകയാണ് പട്ടാമ്പിക്കാരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് അധികാരത്തിൽ വരുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും UDFന് അനുകൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശമംഗലം തലശ്ശേരി ബനാത്ത് യത്തീംഖാനയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് തങ്ങൾ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ UDFന് അധികാര സാധ്യതയാണ് കാണിക്കുന്നത്. ഇടതുപക്ഷ ദുർഭരണത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് തീർച്ചയായും UDFനെ അധികാരത്തിൽ എത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ 5-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തൽ തിരുവനന്തപുരത്ത് തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഫലം വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും എന്നായിരുന്നു തങ്ങളുടെ മറുപടി. 4-ാം തീയതി പുറത്തുവരുന്ന ജനവിധി UDFന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. സർക്കാർ വിരുദ്ധ ഒരു വികാരം ഇവിടെ പ്രകടമാവും എന്നതിൽ യാതൊരു വിഷയമില്ല. ഏതായാലും കേരളം ഒരു യുഗത്തിലേക്ക് പോകണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം. ആ മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ജനങ്ങൾ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയ പ്രതീക്ഷ നേടി അധികാരത്തിൽ. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു പ്രവചനം ഒന്നും ശരിയല്ല, 5-ാം തീയതി എല്ലാവിധ തയ്യാറെടുപ്പോടെയുള്ള മന്ത്രിസഭ യോഗം കൂടാതെ സത്യപ്രതിജ്ഞയിലെ പന്തലെല്ലാം ഒരുക്കിയിരിക്കുന്നു. അതിനെപ്പറ്റി എന്താ അങ്ങേക്ക് പറയണം? റിസൾട്ട് വന്നാൽ മനസ്സിലാവുമല്ലോ. വന്ന് അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പട്ടാമ്പി കൊടല്ലൂരിൽ 63-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പതിയിൽ വടക്കേതിൽ മുഹമ്മദാണ്. കൊലപാതകമെന്നാണ് സംശയം. 3 പേർ പോലീസ് നിരീക്ഷണത്തിലാണ്. പട്ടാമ്പി കൊടലൂരിൽ വീടിനുള്ളിൽ 63-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടലൂർ പതിയിൽ വടക്കേതിൽ മുഹമ്മദാണ് മരിച്ചത്. തലയ്ക്ക് മാരകമായ മുറിവ് പറ്റിയിട്ടുണ്ട്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരികയാണ്. ഫോറൻസിക് വിഭാഗവും വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം ഉണ്ടായതെന്നാണ് കരുതുന്നത്. ഇയാളുടെ വീട്ടിലേക്ക് 2 പേർ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. മുഹമ്മദിനെ അന്വേഷിച്ച് രാത്രി സമീപ വീട്ടിലും 3 പേർ എത്തിയിരുന്നതായും പറയുന്നുണ്ട്. ഇളയമകന്റെ വീട്ടിലാണ് മുഹമ്മദ് താമസിക്കുന്നത്. മകൻ വിദേശത്താണ്. മകന്റെ ഭാര്യയും കുട്ടികളും വിരുന്നു പോയിരിക്കുകയായിരുന്നു. മൂത്ത മകന്റെ വീട് സമീപത്താണ്. രാവിലെ മൂത്ത മകന്റെ ഭാര്യ വന്നു നോക്കിയപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടത്. തറയിൽ വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. തുടർന്ന് ബന്ധുക്കൾ എത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയ 3 പേരെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതായും സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. പട്ടാമ്പി SHO KJ ജിനേഷ്, സബ് ഇൻസ്പെക്ടർ മനു കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് S പരന്താമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൾ
കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് കമ്മിറ്റികളുടെ സംയുക്ത സമ്മേളനമാണ് പട്ടാമ്പി എലഗൻ പ്ലാസയിൽ വെച്ച് നടന്നത്. താലൂക്ക് പ്രസിഡന്റ് പി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എസ് പരന്താമൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു സംഘടനാ നേതൃത്വ പാഠത്തോടു കൂടിയുള്ള ഒരു സംഘടനാ നേട്ടം കൂടിയാണ് നമുക്ക് ഇത് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനോടുകൂടി തന്നെ ഇത് ഒന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് സ്പെഷ്യൽ കണ്ടിൻജൻസി പോളിസി, അത് എത്ര പേർക്ക് അറിയുന്നുള്ള കാര്യം അറിയില്ല. 5 ലക്ഷമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു MOUവിൽ അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ 7 ലക്ഷം രൂപ വരെയും നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ കണ്ടിൻജൻസി പോളിസി കവറേജ് കിട്ടാനുള്ള സാധ്യത നമ്മുടെ സംസ്ഥാന നേതൃത്വം കൈവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട ഒരു ചുമതല നമ്മുടെ സംഘടനാ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഒരു കയ്യടിയോടുകൂടി തന്നെ അതെല്ലാം നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു ഇതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ താലൂക്ക് സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, ഇപ്പോൾ നമ്മുടെ താലൂക്ക് സമ്മേളനവും ജില്ലാ സമ്മേളനമൊക്കെ ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ കൊല്ലം നടത്തിയതിനേക്കാളും നേരത്തെയാണ് ഇപ്രാവശ്യം എല്ലാ സമ്മേളനങ്ങളും നടത്തി വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയുമോ? സംസ്ഥാന സെക്രട്ടറി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം ഡെപ്യൂട്ടി കമ്മീഷണർ കൃഷ്ണദാസ്, എൻ ചന്ദ്രൻ, AG സമദൻ, പി റിജിൽ, KK പങ്കജാക്ഷൻ, K പ്രകാശ് കുമാർ, പി അരവിന്ദാക്ഷൻ, KV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയിൽ 4 യുവതികൾക്ക് കൂടി മംഗല്യ സ്വപ്നം പൂവണിഞ്ഞു. ഇതോടെ സ്ഥാപനത്തിലെ 200 യുവതികളാണ് ഇതുവരെ വിവാഹിതരായത്. ശനിയാഴ്ച രാവിലെ 2 മണിക്ക് യത്തീംഖാനയിൽ നടന്ന സമൂഹവിവാഹത്തിന് ഹാജി PTP തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പാണക്കാട്ട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ സമൂഹവിവാഹം ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA, മുൻ MLA VT ബൽറാം തുടങ്ങി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മതപണ്ഡിതന്മാരും പങ്കെടുത്തു. നിക്കാഹ് കർമ്മത്തിന് പാണക്കാട്ട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. തലശ്ശേരി മഹൽ ഖത്തീബ് ഷിഹാബുദ്ദീൻ കമാലി ഗുത്തുബ നിർവഹിച്ചു. ദേശമംഗലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സദ്യ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷംല ശിഹാബ് തുടങ്ങിയ ജനപ്രതിനിധികളും വധുവരന്മാരെ ആശീർവദിക്കാനെത്തി. രാവിലെ 10 മണിക്ക് നടന്ന പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. MP അബ്ദുള്ള കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KM മുഹമ്മദ്, TM ഹംസ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വളരെ മനോഹരമായ രീതിയിൽ സാഹിത്യ പ്രസിഡന്റുമായി ഈ കമ്മിറ്റി ഇവിടെ സുദൃഢമായ സേവനങ്ങൾ ചെയ്ത് ഒരു ഭാഗമായി നേരത്തെ ഇവിടെ സ്വീകരിച്ചു പോകുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ വിവാഹം കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഇവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. 200ാമത്തെ കുട്ടിയുടെ നിക്കാഹ് കൂടി ഇവിടെ നടക്കുന്നു എന്നുള്ള വലിയ അഭിമാനം. 35ാമത് VA പീതാംബരൻ P ബാലകൃഷ്ണൻ മെമ്മോറിയൽ 11സ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2ാം ദിവസം ആതിഥേയരായ ഈവനിംഗ് സ്പോർട്സ് ക്ലബ്ബ് വെറ്ററൻസ് FC പെരിങ്ങോടിനെ ഏകപക്ഷീയമായി 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കളിയുടെ ആദ്യ പകുതിയിൽ ഈവനിംഗ് സ്പോർട്സ് ക്ലബിന്റെ താരം സാഗർ നേടിയ 1 ഗോളിന് മുന്നിൽ എത്തിയിരുന്നു ഈവനിംഗ്. തുടർന്ന് 2 ടീമുകൾക്കും അവസരങ്ങൾ ലഭിച്ചെങ്കിലും 2ാം പകുതിയിലും സാഗർ തന്റെ 2ാം ഗോളും കണ്ടെത്തി. തുടർന്ന് ഈവനിംഗിന് അനുകൂലമായി കിട്ടിയ പെനാൽറ്റി ഈവനിംഗ് താരം ഇബ്രു കൃത്യമായി വലയിലാക്കി തങ്ങളുടെ 3ാമത്തെ ഗോളും ഉറപ്പിച്ചു. കളിയിലെ താരമായി ഈവനിംഗ് സ്പോർട്സ് ക്ലബിലെ സാഗർ തെരഞ്ഞെടുക്കപ്പെട്ടു. മാരാത്ത് എന്റർപ്രൈസ് ആൻഡ് ക്രഷേഴ്സ് ഉടമ രാജൻ മാരാത്ത് സാഗറിന് ട്രോഫി നൽകി. കളിയിലെ ആദ്യ ഗോൾ നേടിയ കളിക്കാരനുള്ള ക്യാഷ് പ്രൈസ് ഉണ്ണികൃഷ്ണൻ സാഗറിന് കൈമാറി. ഞായറാഴ്ച MD കോളേജ് പഴഞ്ഞിയും യുവധാര പെരിങ്ങോടും തമ്മിലുള്ള മത്സരങ്ങൾ നടന്നു. കൊപ്പത്ത് JCIയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കൊപ്പം ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊപ്പം വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു ക്യാമ്പ്. പ്രജിത് വിശ്വനാഥൻ, ഷിയാബ് ഷിബു, മുനവീർ, അസ്ലം, ലുക്മാൻ, സജി, സഹീർ, ഉനൈസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൊപ്പം ചാപ്റ്റർ പ്രസിഡന്റ് ഗഫൂർ ജലധാര, VTM മുസ്തഫ, ഡോക്ടർ അബ്ദുറഹ്മാൻ, C മുസ്തഫ, KT സൈറുഫ് തുടങ്ങിയവരും ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. പ്രസിദ്ധമായ മുളയൻകാവ് വലിയ കാളവേലയുടെയും പൂരത്തിന്റെയും സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കുലുക്കല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. മെയ് 11-നാണ് വലിയ കാളവേല.
പ്രസിദ്ധമായ മുളയങ്കാവ് വലിയ കാളവിലുടെയും പൂരത്തിന്റെയും ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. മെയ് 11, 12 തീയതികളായാണ് കാളവേലയും പൂരവും ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മറ്റു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വളരെ ജനത്തിരക്കുള്ള 2 ദിവസം നീണ്ടു നിൽക്കുന്ന സജീവമായ 2 ദിവസവും വളരെ ജനത്തിരക്കുകളുള്ള വളരെ സജീവമായി നമ്മുടെ ഈ പ്രദേശം അതുമായി ബന്ധപ്പെട്ട് കിടക്കേണ്ടതുണ്ട്. ഒരുപാട് മുന്നൊരുക്കം എന്ന നിലക്ക് ഒരുപാട് കരുതലുകൾ നമ്മൾ എടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കാളവേല വരുന്ന സമയം വൈദ്യുതി പൂർണ്ണമായും ഒഴിവാക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. പ്രദേശത്ത് ഈ 2 ദിവസങ്ങളിലും കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തുവാൻ ജലവകുപ്പിന് നിർദ്ദേശം നൽകി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 ദിവസവും സംഭാര വിതരണം ഉണ്ടാകും. കൂടുതൽ വഴിവിളക്കുകൾ ഒരുക്കും. പ്രഥമ ശുശ്രൂഷയ്ക്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഇവിടെ സജ്ജമാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസിത സുരേഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ രാജൻ പോതനായിൽ, നിസർ മപ്പാട്ടുകര, മുന്താസ് ലൈല, ഗ്രാമപഞ്ചായത്ത് അംഗം വിനോദ് കുമാർ, EP ഹുസൈൻ, രാജശ്രീ, ജയശ്രീ, നിഷ, ഷഫ്ന, നീതു, ഷഹാന, കൊപ്പം SI നികേഷ്, ചെറുപ്പശ്ശേരി SI ജോസഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയദാസൻ, KCB എഞ്ചിനീയർ ശരത്, ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ രാജേഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി മുസ്തഫ, വാട്ടർ അതോറിറ്റി AE സ്വാമിനാഥൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷൺമുഖൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.